ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവർകളാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുകയും 5 ദശകങ്ങളുടെ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും വിവിധ തലങ്ങളിൽ തന്റെ കയ്യൊപ്പ് ചാർത്തി ജൈത്രയാത്ര തുടരുന്ന സംസ്ഥാനത്തിന്റെ അഭിമാനമായ ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവർകളെ ഭദ്രദീപം കൊളുത്തി ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതിനും തുടർന്ന് സംസാരിക്കുന്നതിനും ബഹുമാന്യനായ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിമാന മുഹൂർത്തത്തിൽ ചടങ്ങ് ധന്യമാക്കുന്നതിന് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ കേരള ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ ഗോപി കോട്ടമുറിക്കൽ, ഇവിടെ സ്വാഗത ആശംസ CEO ശ്രീ PS രാജൻ, ശ്രീമതി മിനി ആൻ്റണി IAS സെക്രട്ടറി, പ്രിയങ്കരനായ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ MK കണ്ണൻ XMLA, അഡ്വക്കേറ്റ് പുഷ്പദാസ്, അഡ്വക്കേറ്റ് മാണി വിജയത്തിൽ, ശ്രീ KC സഹദേവൻ, ശ്രീ ജോളി ജോൺ, വിപ്രോയുടെ ഓഫീസേഴ്സ്, സദസ്സിലുള്ള ബഹുമാന്യരെ, സഹകാരികളെ, സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഇന്ന് കേരള ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു മുഹൂർത്തം കൂടി സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ വിജയകരമായ ജൈത്രയാത്ര തുടരുകയാണ്. ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. കേരള ബാങ്ക് കേരളത്തിലെ സഹകാരി സമൂഹത്തെ സംബന്ധിച്ചോളം ഏറെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കി അതിൻ്റെ രൂപീകരണം മുതൽ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ രംഗത്ത് എല്ലാ തരത്തിലും ഇടപെട്ട് സഹായ സഹകരണങ്ങൾ നൽകി അതിനെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു സഹകാരികൾ. നമ്മുടെ സംസ്ഥാനത്തെ 1600-ൽ പരം പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ അഫിലിയേറ്റ് ചെയ്യുന്ന കേരള സംസ്ഥാന സഹകരണ ബാങ്ക്, അതിൻ്റെ ബ്രാൻഡ് നെയിമാണ് കേരള ബാങ്ക്. അതിൻ്റെ രൂപീകരണം 14 ജില്ലാ സഹകരണ ബാങ്കുകൾ ലയിച്ചുകൊണ്ടാണ് വിഭാവനം ചെയ്തതെങ്കിലും 13 ജില്ലാ സഹകരണ ബാങ്കുകൾ മാത്രമാണ് രൂപീകരണ സമയത്ത് അതിൽ ലയന പ്രക്രിയയിൽ പൂർത്തീകരണം വന്നത്. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും അവർ ഈ രംഗത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച് ഈ രംഗത്ത് കേരള ബാങ്കുമായി ലയിക്കുന്നതിനുള്ള ചില തർക്കങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. എങ്കിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആ രംഗത്ത് സിംഗിൾ ബെഞ്ച് 14 ജില്ലാ സഹകരണ ബാങ്കും ലയന പ്രക്രിയയിൽ ഒരുപോലെ നീങ്ങുന്നതാണ് ഉത്തമം എന്ന രൂപത്തിൽ സുപ്രധാനമായ വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. എന്നാൽ അതിനെതിരെ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് വീണ്ടും ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പാകെ അവർ അപ്പീലുമായി പോയ ഒരു പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇത് സംബന്ധിച്ച വാദങ്ങൾ കേട്ടതിന് ശേഷം വിധി പറയുന്നതിന് അടുത്ത മാസത്തേക്ക് സമയം നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ തന്നെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു എത്രയും വേഗം നിയമം കൊണ്ട് ഈ രംഗത്ത് ലയന പ്രക്രിയ പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ 4 ദിവസം മുമ്പ് നടന്ന നിയമസഭാ സമ്മേളനത്തിൽ ജില്ലാ ബാങ്കുകളുടെ ലയനവുമായി ബന്ധപ്പെട്ട ബില്ല് ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി. ആ ബില്ല് ഇപ്പോൾ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. അടുത്ത നവംബർ മാസം 2-ാം തീയതി ബില്ല് വീണ്ടും സഭയുടെ പരിഗണനയ്ക്ക് വന്ന് അതിൻ്റെ പൂർത്തീകരണ പ്രക്രിയ നടക്കും. ഈ സന്ദർഭത്തിൽ പല രൂപത്തിലുള്ള തടസ്സവാദങ്ങൾ ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലാ ബാങ്കിന് വേണ്ടി വാദിക്കുന്ന ചില നിയമസഭാ സാമാജിക സഭയിൽ ഉയർത്തുകയുണ്ടായി. അവർ RBIയുടെ ചില നിബന്ധനകൾ ചൂണ്ടിക്കാണിച്ചും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ കേസ് കേൾക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചില വകുപ്പുകൾ കൂട്ടിച്ചേർത്തുമെല്ലാം തടസ്സവാദങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിലും ആ തടസ്സവാദങ്ങളെല്ലാം ഒന്നൊന്നായി നമുക്ക് മറികടന്ന് സഭയിൽ അതിൻ്റെ യാഥാർത്ഥ്യബോധത്തോടുകൂടി നിയമപരമായി നമുക്ക് ലഭിച്ചിട്ടുള്ള സാധുത ഉയർത്തിക്കാണിച്ചുകൊണ്ട് അതിന് മറുപടി നൽകി നമ്മുടെ ബില്ല് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടാൻ അവസരമൊരുക്കിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി അവർ ചൂണ്ടിക്കാണിച്ചത് ഒന്ന്, കേരള ബാങ്ക് എന്ന് പറയുമ്പോൾ കേരള ബാങ്കിന് RBIയുടെ ലൈസൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അത് ഈ തരത്തിൽ ഇത്തരം ഒരു നെയിം കൊടുക്കാൻ തന്നെ മുന്നോട്ട് വന്നതെന്ന വാദം ഉന്നയിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ കേരള സംസ്ഥാന സഹകരണ ബാങ്ക് തന്നെയാണ് RBI നമുക്ക് അംഗീകാരം തരുമ്പോൾ അതിൻ്റെ നമ്പർ 1 നമ്മളെ അംഗീകരിക്കുന്ന രംഗത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സഹകരണ മേഖലയിൽ തന്നെ നിലനിന്നുകൊണ്ടായിരിക്കണം കേരള ബാങ്ക് മുന്നോട്ട് പോവുക. അത് കൃത്യമായി 19 നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ ഒന്നാമത്തതായി RBI ചൂണ്ടിക്കാണിച്ചു. അത് കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് നീങ്ങുക. രണ്ടാമതായി കേരള ബാങ്ക് എന്ന് പറയുന്നത് ബ്രാൻഡ് നെയിം. ഇപ്പോൾ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കിയതാണ് മിൽമ. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കിയതാണ് റബ്കോ. ഇങ്ങനെ കേരളത്തിൽ നിരവധി ഫെഡറേഷനുകൾക്കും അതുപോലെ തന്നെ സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങൾക്കും ബ്രാൻഡ് നെയിമുകൾ നമ്മൾ കൊടുക്കാറ്. ആ രൂപത്തിലാണ് കേരള ബാങ്ക് എന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്.
ആ കേരള ബാങ്ക് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കിക്കൊണ്ട് ഇന്നതിൻ്റെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമാണ് IT ഇൻ്റഗ്രേഷൻ. IT ഇൻ്റഗ്രേഷൻ കൂടി വന്നെങ്കിൽ മാത്രമേ മറ്റു ന്യൂജൻ ബാങ്കിനോടൊപ്പം നമുക്കിത് കോമ്പീറ്റ് ചെയ്യാൻ കഴിയും. ഇത് അവരൊരു ആക്ഷേപമായി ഉന്നയിച്ചിരുന്നെങ്കിൽ കൃത്യമായി അതിന് മറുപടി നിയമസഭയിൽ നമ്മൾ പറഞ്ഞു. നമ്മൾ ATM ആരംഭിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, RTGS, അത് റിഫ്റ്റ് എല്ലാം നമുക്ക് ഈ രംഗത്ത് നടപ്പാക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വിപ്രോയുമായി കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് IT ഇൻ്റഗ്രേഷൻ്റെ കിക്ക് ഓഫ് എറണാകുളത്ത് വെച്ച് നടക്കാൻ പോകുന്നു എന്ന കാര്യവും അന്ന് നിയമസഭയിൽ പറയുകയുണ്ടായി. ആ പ്രഖ്യാപിച്ചത് ഇതാ കൃത്യമായി നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി കേരള ബാങ്കിൻ്റെ IT ഇൻ്റഗ്രേഷൻ്റെ കിക്ക് ഓഫ് ഇവിടെ നിർവഹിച്ചതായി അഭിമാനത്തോടെ പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് ഈ രംഗത്ത് ഓരോ രംഗത്തും IT-യുടെ നിങ്ങൾക്കെല്ലാം അറിയാം, ഇന്ന് ലോകം അതിവേഗം ഉദിച്ചുമായുന്നത് വിവരസാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ്. IT ഇൻ്റഗ്രേഷൻ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നു. ലോകം ഓരോ ദിവസവും, ഓരോ മണിക്കൂറിലും, ഓരോ മിനിറ്റിലും, ഓരോ സെക്കൻഡിലും വിവരസാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിവേഗം കുതിച്ചു പായുകയാണ്. ആ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ നമുക്ക് സ്വായത്തമാക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കുകയാണ് സഹകരണ മേഖലയിൽ സംസ്ഥാന ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി എത്രയും വേഗം ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയാണ് വിപ്രോ എന്ന് നിങ്ങൾക്കറിയാം. ഈ രംഗത്ത് ആദ്യം മുതൽ തന്നെ സർവീസിൻ്റെ കാര്യത്തിലായിരുന്നാലും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആയിരുന്നാലും എല്ലാം അവർക്ക് വലിയ രൂപത്തിലുള്ള അംഗീകാരം ലഭിച്ചിട്ടുള്ള സ്ഥാപനം എന്ന രൂപത്തിൽ ഈ കമ്പനി അതിൻ്റെ ടെക്നിക്കൽ കമ്മിറ്റി ശുപാർശ ചെയ്ത് നെഗോസിയേഷനിലൂടെ അവസാനമായി കരാറുണ്ടാക്കി പറഞ്ഞ സമയത്ത് തന്നെ സമയബന്ധിതമായി തന്നെ IT ഇൻ്റഗ്രേഷൻ നടപടികൾ പൂർത്തീകരിക്കും എന്ന് വിപ്രോയുടെ ഉദ്യോഗസ്ഥന്മാരെ സാക്ഷി നിർത്തി ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുകയാണ്. ആ നിലയിൽ സമീപകാല ഭാവിയിൽ ഇടപാടുകാർക്ക് കേരള ബാങ്കുമായി ബന്ധപ്പെട്ട് അവരുടെ വീടുകളിലിരുന്നുകൊണ്ട് തന്നെ അവർക്ക് ഇടപാടുകൾ നടത്തിപ്പോകാം. ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ രംഗത്ത് എല്ലാ തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടത്താം എന്ന സാഹചര്യം സംജാതമാകുകയാണ്. ന്യൂജൻ ബാങ്കുകളെല്ലാം ഈ രൂപത്തിലാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരള ബാങ്കിനുള്ള മറ്റൊരു പ്രസക്തി കൂടി തിരിച്ചറിയേണ്ടത്, കേരള ബാങ്കിന് കേരളത്തിന് സ്വന്തം. കേരളത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ സമ്പദ്ഘടനയിൽ വന്നുകൊണ്ടിരിക്കുന്ന വിഷമകരമായ സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന രംഗത്ത് ബലിഷ്ഠമായ കരങ്ങളുമായി ഒരു സമാന്തര സാമ്പത്തിക സങ്കേതം എന്ന രൂപത്തിൽ സഹകരണ പ്രസ്ഥാനമാണ് സംസ്ഥാനത്ത് നിറഞ്ഞു നിന്ന് ആ ദൗത്യം നിർവഹിക്കുന്നത് എന്നത് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. ഏത് രംഗം വേണമെങ്കിലും എടുത്ത് പരിശോധിച്ചുള്ളൂ. ഇപ്പോൾ കേരള ബാങ്കിൻ്റെ ബിസിനസ് രംഗത്ത് 1,06,396 കോടി രൂപയുടെ പ്രവർത്തനം നടക്കുന്നതായി ഇവിടെ വിവരിക്കുകയുണ്ടായി. ഇപ്പോൾ സഹകരണ മേഖലയിൽ 2.25 ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇത്തരം നിക്ഷേപമായി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഒരു കാര്യം കൂടി ഇവിടെ തിരിച്ചറിയേണ്ടത്, കഴിഞ്ഞ കാലഘട്ടത്തിൽ 969 ബാങ്ക് നാഷണലൈസേഷൻ വന്നപ്പോൾ പ്രിവി പേഴ്സ് നിർത്തലാക്കി 14 ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു. ആ നാഷണലൈസേഷൻ നമ്മുടെ രാജ്യത്തിൻ്റെ മുമ്പാകെ ഗ്രാമീണ സമ്പദ്ഘടനയിൽ വലിയ പുരോഗതി ഉറപ്പാക്കാൻ സഹായിച്ച സാഹചര്യം സംജാതമാക്കിയിരുന്നു. ആ റൂറൽ എക്കണോമിയിൽ വന്നിട്ടുള്ള ആ കാലഘട്ടത്തിൽ ഒരു മുന്നേറ്റം നമുക്കറിയാം. നമ്മുടെയൊക്കെ നാട്ടിൻ പ്രദേശങ്ങൾ SBT ആയിട്ടും മറ്റ് കാനറ ബാങ്കായിട്ടും യൂണിയൻ ബാങ്കായിട്ടും ശാഖകൾ സ്ഥാപിച്ച് അന്ന് കൊച്ചു കൊച്ചു കൃഷികൾക്ക്, കുറുമ്പൂപ്പ് കൃഷികൾക്ക്, അതുപോലെ തന്നെ ചെറിയ ചെറിയ വ്യാപാരികൾക്ക്, അതുപോലെ കൊട്ട നെയ്യാൻ, വട്ടി നെയ്യാൻ, പാ നെയ്യാൻ, പരമ്പ് നെയ്യാൻ, ഇങ്ങനെ തുടങ്ങിയുള്ള കുടിൽ വ്യവസായങ്ങൾക്ക് എല്ലാം വായ്പ നൽകി റൂറൽ എക്കണോമിയിൽ വരുത്തിയ ഒരു പുരോഗതിയുണ്ട്. ആ ഗ്രാമീണ സമ്പദ്ഘടനയിൽ വന്നിട്ടുള്ള ആ പുരോഗതി നമുക്ക് ഏറെ അഭിമാനകരവുമാണ്. പക്ഷേ കാലം ഇപ്പോൾ മുന്നോട്ട് വന്നതോടുകൂടി വന്ന നയങ്ങളിലെ മാറ്റം, കേന്ദ്ര ഗവൺമെൻറ്റുകൾ സാമ്പത്തിക രംഗത്ത് വരുത്തിയ നയപരമായ വ്യതിയാനങ്ങളിൽ നിന്നുകൊണ്ട് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം, ആ നാഷണലൈസ് ബാങ്കുകൾ, കൊമേഴ്സ്യൽ ബാങ്കുകളെല്ലാം സാമ്പത്തിക രംഗത്ത് ഗ്രാമീണ ജനതയെ സഹായിക്കുന്ന സംവിധാനത്തിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. കേരളത്തിൽ SBT മുഴുവൻ SBIയിൽ ലയിച്ചു, യൂണിയൻ ബാങ്കുകളെല്ലാം കാനറ ബാങ്കിൽ ലയിച്ചു. ഇങ്ങനെ ലയന പ്രക്രിയ ഒട്ടുവളരെ 8 ബാങ്കുകൾ ചേർന്ന് നടത്തി പൂർത്തീകരിക്കുമ്പോൾ 117 SBI ശാഖകൾ കേരളത്തിൻ്റെ ഗ്രാമീണ തലങ്ങളിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു, പൂട്ടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതാണ്. അതേപോലെ തന്നെ ഏതാണ്ട് 12ഓളം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളും പൂട്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ രൂപത്തിൽ നാഷണലൈസ് ബാങ്കുകളുടെ പിൻവാക്കൽ, ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ പിൻവാക്കൽ, അല്ലെങ്കിൽ മറ്റ് കൊമേഴ്സ്യൽ ബാങ്കുകളുടെ പിന്നോക്കം പോകലിൽ ആ സ്പേസ് ഇന്ന് പൂർണ്ണാർത്ഥത്തിൽ
പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത് സഹകരണ മേഖലയാണ് എന്ന അഭിമാനത്തോടെ ഓരോ സഹകാരികൾക്കും പറയാൻ കഴിയും. സംശയം വേണ്ട. അത് പ്രാഥമിക കാർഷിക ബാങ്കായിരുന്നാലും അർബൻ ബാങ്കുകളായിരുന്നാലും അതേപോലെ തന്നെ കേരള ബാങ്കിൻ്റെ 769 ശാഖകൾ കേരളത്തിലുണ്ട്. ആ 769 ശാഖകൾ ഒരെണ്ണം പോലും പൂട്ടിയില്ലെന്ന് മാത്രമല്ല, 769 ശാഖകൾക്കും RBIയുടെ ലൈസൻസ് കിട്ടിയിരിക്കുന്നു എന്നതും അഭിമാനകരമായ ഒരു കാര്യമാണ്. ആ രംഗത്തൊരു വലിയ മുന്നേറ്റമാണ്. അപ്പൊ അത്തരത്തിൽ RBIയുടെ അംഗീകാരത്തോടു കൂടി 769 ശാഖകൾ കേരളത്തിൽ പ്രവർത്തിച്ച്, ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു, ഈ വർഷം ഒരു വർഷമാണ് പൂർണ്ണ മൊത്തത്തിൽ 12 മാസം കിട്ടിയ ഒരു വർഷമേ കേരള ബാങ്ക് പിന്നിടുന്നുള്ളൂ. ആ ഒരു വർഷത്തിൽ 61.99 കോടി എന്നുവെച്ചാൽ 61,99,00,000 രൂപ ഈ വർഷം അറ്റാദായത്തിലെത്തിയിരിക്കുന്നു. ഈ നടപ്പ് വർഷത്തിൽ കേരള ബാങ്ക് എന്ന അഭിമാനകരമായ സാഹചര്യവും നേട്ടവും കൈവരിച്ചിരിക്കുന്നു. തുടർന്ന് അങ്ങോട്ട് നിശ്ചയമായും ഇതിൻ്റെ ഒരു വിജയകരമായ ജൈത്രയാത്രയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. IT ഇൻ്റഗ്രേഷൻ വരുന്നതോടുകൂടി ഈ രംഗത്ത് വലിയ രൂപത്തിലുള്ള നിക്ഷേപങ്ങൾ വരുന്നു. NRO ഈ നിക്ഷേപങ്ങളെല്ലാം വരുന്നതോടുകൂടി കേരള ബാങ്ക്, കേരളത്തിൻ്റെ തനത് ബാങ്ക്, സ്വന്തം ബാങ്ക് ഒന്നാം സ്ഥാനത്ത് സമീപകാല ഭാവിയിൽ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അടിത്തറ പാകിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ രംഗത്ത് നമുക്ക് കേരളത്തിൽ അനുഭവപ്പെടുന്ന സാമ്പത്തിക പ്രയാസങ്ങളുടെയും പ്രതിസന്ധിയുടെയും ഘട്ടങ്ങളിലെല്ലാം കൃഷിക്കാർക്ക് വളരെ ലളിതമായ രൂപത്തിലുള്ള വായ്പാ സംവിധാനങ്ങൾ, നബാർഡിൻ്റെ സഹായത്തോടുകൂടി വരുന്നൊരു വായ്പാ സംവിധാനത്തിൽ 1% പലിശയ്ക്ക് കൃഷിക്കാർക്ക് വായ്പ കിട്ടും. ആ പലിശ ഇത്ര നേരം കുറഞ്ഞു കിട്ടുന്നതും ഒപ്പം ഈ സമീപകാലത്ത് നിയമസഭയിൽ തന്നെ ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ച ചെറുകിട കച്ചവടക്കാർക്കും ബസ് ഓണേഴ്സിനും അടക്കമുള്ള ആളുകൾക്കെല്ലാം കോവിഡിൻ്റെ പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ 4% പലിശ ഗവൺമെൻറ് കൊടുക്കും. അത് കേരള ബാങ്ക് വഴിയാണ് നടപ്പാക്കുന്നത്. അപ്പോൾ ചെറിയ ശതമാനം പലിശയ്ക്ക് അത്തരം ആളുകൾക്ക് സഹായമായി വായ്പ നൽകുന്നിടത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നൂതന വായ്പാ സംവിധാനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. ചെറുകിട കൃഷിക്കാർക്ക് അത്തരത്തിൽ വിവിധ തരങ്ങളിൽ സഹകരണ മേഖല ഇന്ന് സംസ്ഥാനത്ത് വലിയ രൂപത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലവും വിശാലവുമായ രൂപത്തിൽ സംഘടിപ്പിച്ച് മുന്നോട്ട് വരുന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരള ബാങ്കിൻ്റെ IT ഇൻ്റഗ്രേഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഈ നാട്ടിലെ സഹകാരികൾക്ക് അഭിമാനിക്കാം. സഹകരണ മേഖലയിൽ ഇപ്പോൾ പുതിയ സംരംഭങ്ങൾ ഞങ്ങൾ ആരംഭിക്കുകയാണ്. 25ഓളം സഹകരണ സംഘങ്ങൾ യൗവനങ്ങളുടെ രൂപീകരിക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചു. ഇപ്പോൾ 29 രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. 10 സഹകരണ സംഘങ്ങൾ വനിതകളുടെ തുടങ്ങണമെന്ന് തീരുമാനിച്ചു. 12 തുടങ്ങിയിരിക്കുന്നു. PP കിറ്റും സാനിറ്റൈസറും ഹാൻഡ് വാഷും മാസ്കും എല്ലാം നിർമ്മിച്ച് ഗവൺമെൻറ് സഹായത്തോടുകൂടി ആ സംഘങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് വരികയാണ്. അതുപോലെ കൃഷിക്കാരെ സഹായിക്കാൻ പ്രത്യേകിച്ച് നെൽകൃഷിക്കാർക്ക് വേണ്ടി നെല്ല് സംഭരണത്തിൻ്റെയും സംസ്കരണത്തിൻ്റെയും വിപണനത്തിൻ്റെയും സംഘം രൂപീകരിക്കണം തീരുമാനിച്ചു. പാലക്കാട് പാപ്പോസ് രൂപീകരിച്ചു. കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയെ കേന്ദ്രീകരിച്ച് കോട്ടയത്ത് മറ്റൊരു സംഘം രൂപീകരിച്ചു. രണ്ടിൻ്റെയും പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് വരികയാണ്. ഇതുകൂടാതെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ എഡ്യൂക്കേഷൻ ഡിജിറ്റലൈസ് ചെയ്തപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നുകിൽ സ്മാർട്ട് ഫോൺ വേണം, അല്ലെങ്കിൽ ടാബ് വേണം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് വേണം. അപ്പോൾ പാവപ്പെട്ടവനെ സംബന്ധിച്ച് പഠിക്കാൻ വിഷമമുണ്ടായിരുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ പലിശരഹിത വായ്പ കൊടുക്കാൻ മുന്നോട്ട് വന്നത് ഇപ്പോൾ 83,60,460 രൂപ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അത്രയും വായ്പ കൊടുത്തിട്ടുള്ളത് പലിശരഹിതമായി സഹകരണ മേഖല മാത്രമാണ് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്. മറ്റാരും അതിന് മുതിർന്നില്ല. അപ്പോൾ അത് വലിയ സഹായമായി സാധാരണക്കാർക്ക് അത്തരത്തിൽ പല രൂപത്തിൽ സഹായമായി മുന്നോട്ട് വന്നിപ്പോൾ OTS പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൂർണ്ണമായി പീനൽ ഇൻട്രസ്റ്റ് അവോയ്ഡ് ചെയ്തും അതുപോലെ തന്നെ പലിശയിൽ നല്ലൊരു ശതമാനം കുറവ് ചെയ്തും ആശ്വാസം പകരുന്ന പദ്ധതി ഈ ഒക്ടോബർ 30 വരെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സഹകരണ മേഖല ജനങ്ങൾ എപ്പോഴൊക്കെ പ്രയാസം അനുഭവിച്ചോ, ദുരിതം അനുഭവിച്ചോ, ബുദ്ധിമുട്ട് അനുഭവിച്ചോ അപ്പോഴെല്ലാം സഹായഹസ്തവുമായി എത്തി. വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതിയിൽ ഏതാണ്ട് വീട് നഷ്ടപ്പെട്ടവർക്ക് 2073 ഭവനങ്ങൾ സൗജന്യമായി നിർമ്മിച്ച് നൽകി കെയർ ഹോം പദ്ധതിയിലൂടെ. തൃശ്ശൂരിൽ അടുത്ത ദിവസം 40 ഫ്ളാറ്റുകൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. സഹകരണ മേഖലയുടെ സംരംഭമാണ്. അതുപോലെ ഇനി തുറന്ന് 2ാം ഘട്ടം എല്ലാ ജില്ലകളിലും ഫ്ളാറ്റുകൾ നിർമ്മിച്ച് നൽകുന്ന രൂപത്തിലേക്ക് സഹകരണ മേഖല മുൻകൈ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏതെല്ലാം രംഗത്താണ് ആശ്വാസത്തിൻ്റെ കിരണങ്ങൾ പകർന്ന് ഈ മേഖല മുന്നോട്ട് വരുന്നതെന്ന് ജനങ്ങൾ നന്നായി തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ സഹകരണ മേഖലയെ നെഞ്ചേറ്റുന്നു. ആ തരത്തിൽ സഹകരണ മേഖലയുടെ വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ വിപുലവും വിശാലവുമായ അന്തരീക്ഷത്തിൽ സംഘടിപ്പിച്ച് മുന്നോട്ട് വരുന്നൊരു സന്ദർഭത്തിലാണ് ഇതിനെല്ലാം
വലിയ രൂപത്തിൽ സഹായഹസ്തവുമായി എത്തുന്ന കേരള ബാങ്കിൻ്റെ ഈ വലിയ രൂപത്തിലുള്ള പുരോഗതിയും അതിൻ്റെ വിജയകരമായ ജൈത്രയാത്രയും അനുസ്യൂതം തുടരുന്നത്. ഈ രംഗത്ത് കേരള ബാങ്ക് IT ഇൻ്റഗ്രേഷനിലൂടെ നേടാൻ പോകുന്ന വമ്പിച്ച നേട്ടങ്ങൾ നമ്മുടെ നാടിൻ്റെ സമ്പദ്ഘടനയിൽ, അതുപോലെ ഗ്രാമീണ ജനജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വലിയ സഹായമായി മാറുന്ന രൂപം സമീപകാല ഭാവിയിൽ നാം ദർശിക്കുകയാണ്. അതിന് സഹായകരമായി ഈ IT ഇൻ്റഗ്രേഷൻ മാറുന്നു. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും സാന്നിധ്യവും പങ്കാളിത്തവും ഉറപ്പാക്കി സമീപകാലത്ത് മുന്നോട്ട് വരാൻ എല്ലാ രംഗത്തെയും സഹകാരികളെയും ബഹുജനങ്ങളെയും വിനയപൂർവ്വം ഈ രംഗത്തേക്ക് അവരുടെ സഹകരണ പ്രബുദ്ധതയെ, ഒപ്പം നാടിൻ്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ഇടപെടുന്ന നിങ്ങളുടെ പൊതുവീക്ഷണത്തെ എല്ലാം ഇവിടെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഭാവിയിലും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കേരള സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.